ആലപ്പുഴയിലെ പെരുമ്പളം ദ്വീപ് നിവാസികളുടെ തലമുറകളായുള്ള കാത്തിരിപ്പിന് വിരാമമിട്ട് പെരുമ്പളം പാലം ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നാടിന് സമർപ്പിക്കും. വേമ്പനാട് കായലിന് കുറുകെ നിർമ്മിച്ച സംസ്ഥാനത്തെ ഏറ്റവും നീളമേറിയ പാലമാണ് പെരുമ്പളം. ഇത് തുറന്നു നൽകുന്നതോടെ 4 വശവും വേമ്പനാട് കായലിനാൽ ചുറ്റപ്പെട്ട പെരുമ്പളം ദ്വീപ് നിവാസികളുടെ പതിറ്റാണ്ടുകൾ നീണ്ട യാത്രാ ദുരിതത്തിന് അറുതിയാകും. നമ്മളിപ്പോൾ ഉള്ളത് ജീവന്റെ വിലയുള്ള ഒരു നിർമ്മിതിയിലാണ്, പെരുമ്പളം പാലത്തിലാണ്. ഏറ്റവും മനോഹരമായ ഒരു കാഴ്ചയാണ് നമുക്ക് പിന്നിലേക്കുള്ളത്. ഒരുപാട് മനുഷ്യരുടെ മഴവില്ലഴകുള്ള സ്വപ്നങ്ങളുടെ, അവരുടെ ജീവിത ദുരിതത്തിന് അറുതി കുറിച്ചുകൊണ്ടുള്ള സർക്കാരിന്റെ ഒരു നിർമ്മാണം എന്ന് തന്നെ നമുക്ക് പെരുമ്പളം പാലത്തെ വിശേഷിപ്പിക്കാം. 12,000-ഓളം വരുന്ന മനുഷ്യർ ആ ചെറിയ ഒരു കൂട്ടായ്മയ്ക്ക് വേണ്ടി ഇത്രയധികം കോടിക്കണക്കിന് രൂപ ചിലവഴിച്ചുകൊണ്ട് ഇങ്ങനെയൊരു നിർമ്മിതിയിലേക്ക് കടക്കുമ്പോൾ തീർച്ചയായും അതിന്റെ ഉദ്ഘാടന വേളയിൽ ഏറ്റവും അംഗീകരിക്കപ്പെടുന്ന ഒരാൾ കൂടിയാണ് സ്ഥലം MLA കൂടിയായ ദലീമ ജോജോ. ഇപ്പോൾ MLA ആണ് നമ്മളോടൊപ്പം ഉള്ളത്. ശരിക്കും പറഞ്ഞ ഒരു ജീവന്റെ വിലയുള്ള ഒരു സ്ഥലത്താണല്ലേ നമ്മൾ നിൽക്കുന്നത്? ജീവന്റെ വിലയാണ്. കാരണം വർഷങ്ങളുടെ കാത്തിരിപ്പ്, വർഷങ്ങളുടെ സ്വപ്നങ്ങൾ, ഈ സ്വപ്നവുമായിട്ടിരുന്നവർ പലരും കടന്നുപോയി, മരിച്ചുപോയല്ലോ, പലരും മരിച്ചുപോയി. അപ്പോൾ അതൊരു വലിയ ജീവന്റെ, കുറെ മനുഷ്യരുടെ ജീവന്റെ വില തന്നെയാണ് ഈ പാലം. അതും കേവലം കുറച്ച് വർഷങ്ങൾക്കുള്ളിലാണിത് കംപ്ലീറ്റ് ആയത്. കാരണം ഞാൻ ഈ 5 വർഷത്തിന് മുന്നേ വരുന്ന സമയത്ത് 2019 മുതൽ ഇത് എനിക്ക് തോന്നുന്നത് പേപ്പറിലാണ്. അതിനെയാണ് മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട പിണറായി സർക്കാർ വന്ന് ഇത്രയും ഫാസ്റ്റായിട്ട് PWD മിനിസ്റ്ററൊക്കെ ചേർന്ന് ഇത്രയും ഫാസ്റ്റായിട്ട് ഈ പാലം പൂർത്തീകരിക്കപ്പെട്ടത് എന്നുള്ളത്. 2016 കല്ലിട്ട പാലമാണ്. അപ്പോൾ അതൊരു വലിയ സ്വപ്നം, ചരിത്ര നേട്ടം തന്നെയാണ്, കേരളത്തിന്റെ ചരിത്ര നേട്ടമാണ്. കാരണം വേമ്പനാട് കായലിന് കുറുകെ കടക്കുന്ന ഏറ്റവും നീളം കൂടിയ പാലമാണ്, കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ കായലിലൂടെയുള്ള പാലമാണിത്. അതിമനോഹരമായ മഴവില്ല ആകൃതിയിൽ പണിതിരിക്കുന്ന പാലമാണ്. MLAക്ക് ഓർമ്മയുണ്ടാവും, ഒരുപക്ഷെ ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് ഫണ്ടൊക്കെ അനുവദിച്ച് കാര്യങ്ങൾ തുടങ്ങി വെച്ചെങ്കിലും നിർമ്മാണത്തിലേക്ക് കടക്കുമ്പോൾ ഒരുപാട് വെല്ലുവിളികൾ ഉണ്ടാവുമായിരിക്കും അല്ലേ? ഒത്തിരി വെല്ലുവിളികൾ ഉണ്ടായിരുന്നു. കോടതി പോയ പലരും ഉണ്ട്. കോടതി ചിലരെ അംഗീകരിക്കില്ലല്ലോ. അങ്ങനെ വരുമ്പോൾ കോടതിയിൽ കിടന്ന കാര്യങ്ങളെല്ലാം ഉണ്ട്. അതിനെയൊക്കെ നീക്കം ചെയ്തുകൊണ്ടാണ് ഈ പാലം നമ്മൾ ഇത്രയും പെട്ടെന്ന് തന്നെ പൂർത്തീകരിച്ചത്. അത് സർക്കാരിന്റെ ഏറ്റവും വലിയ നേട്ടമാണ്. അതെ, അതായത് 5 വർഷം കഴിയുന്നതിന് മുമ്പ് തന്നെ നൽകി പോകാൻ കഴിയുന്നു, അല്ലെങ്കിൽ ആ ഒരു പൂർത്തീകരണത്തിലേക്ക് എത്താൻ ഒരു സർക്കാരിന്റെ ഭാഗമായി കഴിഞ്ഞു എന്നുള്ളതല്ലേ ഏറ്റവും വലിയ ഭാഗ്യമാണ്. എന്റെ ഏറ്റവും വലിയ ഭാഗ്യമാണ്. ശരിയാണ്. അത് തീർച്ചയായും ദലീമ ജോജിയുടെ ഒരു നിശ്ചയദാർഢ്യം കൂടി അതിനകത്ത് ഉണ്ട് എന്ന് പറയാം. പക്ഷേ ഒരുപക്ഷെ നമ്മൾ കണക്കിലെടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു വലിയ ആൾക്കൂട്ടമൊന്നുമല്ല, ഏകദേശം വളരെ കുറച്ച് 12,000-ഓളം വരുന്ന മനുഷ്യരാണ് അവിടെ ജീവിച്ചിരുന്നത്. അവിടെയാണ് 106 കോടി രൂപയുടെ ചിലവഴിച്ച് ഒരു പാലം വരിക എന്ന് പറയുമ്പോൾ അതൊരു കരുതലാണല്ലേ? ഏറ്റവും വലിയ കരുതൽ.